ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. അത്യാവശ്യം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഒരു 7:30 ആ ഒരു സമയം വരെയുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇത് എടുത്തിട്ട് തന്നെയിപ്പോൾ ഒരു 4-5 ദിവസമൊക്കെ ആയിട്ടുണ്ട് ഈ വീഡിയോ എടുത്തിട്ട്. 4-5 ദിവസം അല്ലെങ്കിലേ ഉള്ളൂ കേട്ടോ, ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട് ഈ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ആ ഒരു ദിവസം തലേ ദിവസം കാശിക്കുട്ടൻ പൊതിച്ചോറ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പൊതിച്ചോറ് റെഡിയാക്കി വെക്കാനായിട്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റായിരുന്നു. കാരണം ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ക്ലാസ്സിന് പോകണം. അപ്പോൾ അതിന് മുന്നേ റെഡിയാക്കി വെച്ചിട്ട് പോയാൽ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അപ്പോൾ അത്രയും ടൈം ഇരിക്കുമ്പോഴത്തേക്ക് പൊതിച്ചോറ് എത്ര സമയം ഇരിക്കുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഒരു 3-4 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റായിട്ട് അപ്പോൾ പൊതിച്ചോറ് ആക്കി വെച്ച് അപ്പോഴേ എടുത്ത് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ 2-3 മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു പോകുന്നതിന് മുന്നേ ആയിട്ട് പൊതിച്ചോറ് റെഡിയാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാശിക്കുട്ട ഇപ്പോൾ അംഗൻവാടിയിലൊന്നും പോകാത്തതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ അവനെയും കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുത്ത ദിവസം കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കാരണം എപ്പോഴും അവൻ വീട്ടിൽ തന്നെ ഇരുന്ന് അവന് ബോറടിക്കത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലും അപ്പോൾ അതാണ് രാവിലെ തന്നെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ തിരിച്ച് വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഒരു മണി കഴിയുമ്പോഴത്തേക്കാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് പൊതിച്ചോറ് നല്ല അടിപൊളി സെറ്റായിട്ടിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കറികളൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ തോരനും അവിയലും മുട്ട പൊരിച്ചതും ചമ്മന്തിയും അത്രേ ഉള്ളൂ. മീനൊന്നും വറുക്കാനായിട്ട് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ അവിയൽ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തോരനും ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചതും അത് ഞാൻ തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് തോരൻ വെക്കാനായിട്ട് ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് ഒരു 1/2 പീസോളം ബീറ്റ്റൂട്ടേ ഉള്ളായിരുന്നു. പിന്നെ ക്യാരറ്റ് മാത്രം ഇട്ട് തോരനും വിഴുക്കുവരട്ടിയും വെക്കുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഇതേപോലെ ബീറ്റ്റൂട്ടിൻ്റെ കൂടെയോ ക്യാബേജിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ക്യാരറ്റ് മാത്രമായിട്ട് അങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഞാൻ ആ ഒരു ബീറ്റ്റൂട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഒരു 2 ക്യാരറ്റ് അരിഞ്ഞെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉള്ളിയും കൂടെ ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ തോരൻ വയ്ക്കുമ്പോൾ സാധാരണ സവാള അങ്ങനെ ഇടാറില്ല, വിഴുക്ക് വരട്ടുമ്പോൾ മാത്രമാണ് ഇടുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ടായിരുന്നു. പിന്നെ അതിൻ്റെ അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേരിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പ്ലേറ്റിലോട്ടങ്ങ് എന്താ പറയുക തോരൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതിലോട്ട് നേരിട്ടങ്ങ് ഇട്ട് കൊടുത്തു. ഞാനിപ്പോൾ തോരൻ്റെ അരപ്പ് അതിലോട്ട് തന്നെ ആ പ്ലേറ്റിലോട്ട് തന്നെ അങ്ങ് എടുത്തിട്ട് വെച്ചു. പിന്നെ ബാക്കി കുറച്ച് അരപ്പ് വെച്ചിരുന്നതിൽ കുറച്ച് മോര് കാച്ചുന്നതിനും കൂടെ അതങ്ങ് തൈര് ഒഴിച്ചിട്ട് അതും കൂടെ അരച്ചെടുത്തങ്ങ് മാറ്റി വെച്ചു. അതിനുശേഷം ഈ തോരൻ്റെ ആ ഒരു ഇതെല്ലാം ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ചെയ്യാം. വേണമെങ്കിലും കടുകൊക്കെ പൊട്ടിച്ച് കഴിയുമ്പം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു അരപ്പ് ചേർത്ത് ഇളക്കി കൊടുത്താലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പം ആ രീതിയിലും ചെയ്യാറുണ്ട്. എനിക്ക് ആ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ അങ്ങ് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ പാത്രം ഞാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു മിക്സ് അങ്ങ് നേരിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, എന്തായാലും ഇത് വേവാനായിട്ട് കുറച്ച് വെള്ളം വേണമല്ലോ, അപ്പോൾ ആ ഒരു പാത്രം കഴുകി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഞാൻ കൈവച്ച് മിക്സ് ചെയ്ത ടൈമിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അതേ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അടച്ചു വെച്ചു. പിന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പാത്രത്തിൽ അതിങ്ങനെ പിടിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത്യാവശ്യം വെന്ത് വരുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ കുറച്ചും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോരൻ റെഡിയായി അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോര് കാച്ചാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മോര് ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വറ്റൽമുളകും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കാണ്
നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, മോരിൻ്റെ ആ ഒരു മിക്സ്, അത് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മോര് കാച്ചിയതായതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം ഒരുപാട് ചൂടാക്കി തിളപ്പിച്ചൊന്നും എടുക്കണ്ട, പെട്ടെന്ന് തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും മോര് കാച്ചിയതും കൂടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്നാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അധികം മോരൊക്കെ റെഡിയാക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചമ്മന്തി അരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട്, അപ്പോൾ മോരിനെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടു കേട്ടോ, അത് ഞാനങ്ങ് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതേ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് തേങ്ങയും പിന്നെ ഒരു കഷ്ണം പുളിയും മുളക് പൊടിയും പിന്നെ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് ചമ്മന്തി ഒന്ന് അരച്ച് റെഡിയാക്കി എടുത്തായിരുന്നു. പിന്നെ വേഗം തന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അവിയൽ അമ്മ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതേ ഞാൻ ഇലയൊക്കെ ഇതാക്കി കൊണ്ട് വന്നിട്ട് ഒന്ന് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലോങ് വീഡിയോ ആയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ തോരനും ചമ്മന്തിയും മുട്ട പൊരിച്ചതും അവിയലും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അച്ചാറും മീൻ വറുത്തതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലും ടേസ്റ്റാണ്. തൽക്കാലം നമ്മൾ മിക്കപ്പോഴും ഇതേപോലെ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. മീനൊക്കെ മിക്കപ്പോഴും വെക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പം മീനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ഈ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ബീഫൊക്കെ ഫ്രൈ ചെയ്തിട്ട് ആ ഒരു രീതിയിലും ഒരു പൊതിച്ചോറ് ആക്കണമെന്നുണ്ട്. അത് ആക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പൊതിച്ചോറ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കാശിക്കുട്ടി അതിനിടയ്ക്ക് എഴുന്നേക്കുകയും പിന്നെ അങ്ങനത്തെ പല്ല് തെക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമല്ലേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാശിക്കുട്ടനായിട്ട് കുറച്ച് പാല് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ, ഞാൻ ക്ലാസ്സിന് പോകുമ്പം കാശിക്കുട്ടനെയും കൂടെ കൊണ്ടുപോകുന്ന ദിവസം സ്നാക്സോ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കാശിക്കുട്ടനെ കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തനാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ കാശിക്കുട്ടൻ അംഗൻവാടി കൊണ്ടുപോകുന്ന പാത്രം ഉണ്ടല്ലോ, അപ്പോൾ ആ പാത്രത്തിലാണ് ഫ്രൂട്ട്സ് കൊണ്ടുപോകുന്നത്. അപ്പോൾ തണ്ണിമത്തൻ്റെ ആ ഒരു അരിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ചെറുതായിട്ട് ചെറിയ പീസാക്കിയിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് കൊടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു പീസുകളാക്കിയിട്ടാണ് പാത്രത്തിലോട്ട് അരിഞ്ഞിട്ട് വെക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോഴേ തന്നെ അങ്ങ് മാറ്റിയിട്ട്, ഈ തണ്ണിമത്തനായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ അവിടെ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി. പിന്നെ സ്നാക്സ് പാത്രത്തിലായിട്ട് ബിസ്ക്കറ്റാണ് വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വെക്കുന്നുണ്ട്. കാശിക്കുട്ടനും കൂടെ ആണ് എടുത്തൊക്കെ വെക്കുന്നത്. ഇതും ഞാൻ അവന് അംഗൻവാടിയിലേക്ക് മേടിച്ച പാത്രമാണ്. പിന്നെ അവിടുന്ന് ചൂടായിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് സ്റ്റീലിലോട്ട് മാറ്റിയതാണ്. പിന്നെ അതിങ്ങനെ യൂസ് ചെയ്യാതെ വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് ബിസ്ക്കറ്റും പിന്നെ അത് ഇപ്പുറത്തെ ആ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് തണ്ണിമത്തൻ മുറിച്ചതും വെക്കുന്നുണ്ട്. പിന്നെ ഇത് വെള്ളം അവിടെ ചൂട് ആറാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂട് മൊത്തത്തിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് ബോട്ടിലോട്ട് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഒരു സ്പൂണും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാനായിട്ട് എന്തായാലും സ്പൂൺ വേണമല്ലോ, അങ്ങനെ സ്പൂണും കൂടെ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. രാവിലെ ദോശയും പിന്നെ ദാൽ കറിയും പിന്നെ മുട്ട ഉണ്ടായിരുന്നു. പിന്നെ ഒരു പീസ് തണ്ണിമത്തനും കൂടെ എടുത്തായിരുന്നു. പിന്നെ ഇതേപോലെ വീട്ടിൽ വന്നിട്ടാണ് വീഡിയോ എടുത്തത്. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കടയിലൊക്കെ കയറിയായിരുന്നു. ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, വേറെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ കോളും വാട്സപ്പും ഒക്കെ വേറെ ഫോണിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഫോൺ എടുക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ ഇത് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ കാശിക്കുട്ടൻ്റെ ബേബി സോപ്പൊക്കെ തീർന്നിരുന്നതാണ് കേട്ടോ. ഹിമാലയയുടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചായിരുന്നു. പിന്നെ കാശിക്കുട്ടന് ഒരു ബിൽഡിംഗ് ബ്ലോക്കൊക്കെ വാങ്ങിച്ചായിരുന്നു. അത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ പോയിരുന്ന് റൂമിൽ പോയിരുന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അത് അവൻ അവിടെ ഇരുന്ന് കളിക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ക്ലാസ്സിനൊക്കെ പോകുമ്പം ഇതും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കളിച്ചോളുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനാണ് ഞാൻ പിന്നെ ബിൽഡിംഗ് ബ്ലോക്ക് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കുറേ
പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പുതിയൊരു സെറ്റ് വാങ്ങിച്ചതാണ്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവൻ ഉറങ്ങാറുണ്ട്. അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്ത് ഞാൻ പിന്നെ തുണിയൊക്കെ കഴുകാനായിട്ട് ഇറങ്ങിയതാണ്. കറക്റ്റായിട്ട് ഇപ്പോൾ ക്ലാസ്സിനൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് അങ്ങ് കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരുപാട് തുണിയൊക്കെ ആകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കറക്റ്റായിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തമ്പനെയിലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഇത് കണക്കത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഫ്രണ്ടിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഡേ ഇൻ മൈ ലൈഫാണ് എന്നെല്ലാം. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ കുറേ പേര് ഈ വീഡിയോ ഇങ്ങനെ എന്തോ വീഡിയോ ഇടുന്നത്, എന്തോ കാണിക്കുന്നത്, വീഡിയോയിൽ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് കുത്തിയിരുന്നങ്ങ് കാണും. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം ഇങ്ങനത്തെ വീഡിയോസ് ഒരുപാട് പേര് ചെയ്യുമെന്നും ഇങ്ങനത്തെ വീട്ടിലെ കാര്യങ്ങൾ ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഒരുപാട് പേർക്ക് അറിയാം. പക്ഷെ ചിലർക്കൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് അങ്ങ് അതിശയമാണ് കേട്ടോ, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ, ഇതൊക്കെ വീഡിയോ ആയിട്ട് കാണിച്ചിട്ട് എന്തുവാ കാര്യം എന്നൊക്കെ. ഇപ്പോൾ ഇത് വീഡിയോ ആക്കി കാണിക്കുന്നതിൽ വലിയ കാര്യം ഉണ്ടെങ്കിലും കാര്യമില്ലെങ്കിലും അതിപ്പോൾ എൻ്റെ ഇഷ്ടമല്ലേ. അവർക്ക് ഇപ്പോൾ ഈ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് കാണാതെ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇത് കാണാതിരിക്കാമല്ലോ. അത് കണ്ടിട്ട് പിന്നെ ഇതേമാതിരിയൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം. ഇപ്പം ആർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യും. അതിപ്പോൾ എൻ്റെ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ഇഷ്ടങ്ങളല്ലേ, അല്ലാതെ വല്ലവരുടെയൊക്കെ ഇഷ്ടങ്ങളല്ലല്ലോ ഞാൻ നോക്കേണ്ടത്. ഇപ്പം അങ്ങനെ കാണാനായിട്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോയിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കാണൂ. എൻ്റെ അടുക്കള കാര്യങ്ങളും കുക്ക് ചെയ്യുന്നതും പിന്നെ ക്ലീനിങ് ചെയ്യുന്നതും പിന്നെ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ കാണണ്ട. അപ്പം ഞാൻ കാണാനായിട്ട് ആരെയും നിർബന്ധിച്ചില്ലല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് ഞാൻ ഇങ്ങനത്തെ ഡെയിലി ഉള്ള വീഡിയോസ്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഇടുന്നത് അവർക്ക് ഇഷ്ടവുമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കെങ്കിലും എത്ര സമയം ഇല്ലെങ്കിൽ പോലും ഞാൻ വീഡിയോസ് എടുത്ത് എനിക്ക് സമയം കണ്ടെത്തി ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ അയ്യേ എന്തോ ഈ കാണിക്കുന്നതെന്നൊക്കെ തോന്നുന്നവർക്ക് ഇത് കാണാതിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അടുക്കളയിലൊക്കെ ചെയ്യുന്ന കറികളൊക്കെയാണല്ലോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ഈ പറയുന്നവരുടെ ആരെയും വീട്ടിൽ വന്നിട്ട് അയ്യോ നിങ്ങളുടെ അടുക്കളയിലും അല്ലെ നിങ്ങളെ വീട്ടിൽ നിന്ന് വെക്കുന്ന കറികളുടെയൊക്കെ വീഡിയോ ഞാൻ എടുത്തോട്ടെ, നിങ്ങളെ വീട്ടുകാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്തോട്ടെ, യൂട്യൂബിൽ ഇട്ടോട്ടെ എന്നൊന്നും ഞാൻ പറയാൻ വന്നില്ലല്ലോ. അങ്ങനെ പറയാൻ വരുമ്പം അയ്യേ എന്നൊക്കെ പറഞ്ഞാൽ പോരെ. പിന്നെ ചിലരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യത്തില്ല, ലൈക്ക് ചെയ്യത്തില്ല. എന്നോട് ഇഷ്ടക്കേട് കൊണ്ട് സബ്സ്ക്രൈബും ചെയ്യത്തില്ല, ലൈക്കും ചെയ്യത്തില്ല. പക്ഷേ ഫുള്ളായിട്ട് വീഡിയോ ഇരുന്ന് വാച്ച് ചെയ്യും. ഞാൻ എന്തോ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് കാണണം, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് ഏതോ ബെനിഫിറ്റ് കിട്ടുന്നതെന്നും പറഞ്ഞ് അതൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഫുള്ളായിട്ടിരുന്ന് കാണും. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്തില്ലെങ്കിലോ കമൻറ്റ് ചെയ്തില്ലെങ്കിലോ എനിക്ക് ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. ചാനലിന് റീച്ച് ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ ഇരുന്ന് കാണുന്നത് തന്നെയാണ് കേട്ടോ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്നത്. നിങ്ങൾ കാണുമ്പം ഫസ്റ്റ് ആഡ് കാണിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ അഡീഷണലായിട്ട് 1 or 2 ആഡൊക്കെ അഡീഷണലായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോയുടെ ഇടയ്ക്ക് ആഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആഡ് കാണിക്കുന്നതാണ് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്നത്. അല്ലാതെ നിങ്ങളിപ്പം ഇപ്പം വിചാരിക്കും ഞാൻ ഈ വീഡിയോ കാണും, സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടാൽ എനിക്കൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ അങ്ങനെ കാണുന്നവരാണെങ്കിൽ അങ്ങനെ കാണണ്ട കേട്ടോ. കാരണം നിങ്ങൾ കാണുന്നതും എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വീഡിയോയിലിട്ട് വരാം. പിന്നെ ഞാൻ അതിനിടയ്ക്ക് തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് ബാത്റൂമൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴുകിയൊക്കെ വെച്ചു. പിന്നെ കുറച്ച് മുരിങ്ങയില പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മോസ്കിറ്റോ ബാറ്റ് ഒന്ന് ചാർജ് ചെയ്യാൻ ഇട്ടതാണ്. വൈകിട്ട് കുറച്ച് സമയത്തേക്ക് ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ്. അത് രാവിലെ കുറച്ച് സമയവും വൈകിട്ട് കുറച്ച് സമയം ഇങ്ങനെ കൊതുക് ഭയങ്കരമായിട്ട് വരാറുണ്ട്. അത് നമ്മൾ എത്ര തൂത്തും വൃത്തിയാക്കിയൊക്കെ ഇട്ടിരുന്നാലും എവിടുന്നോ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ആ സമയത്ത് ഈ ബാറ്റ് ഇല്ലെങ്കിൽ ഇരിക്കാനേ പറ്റത്തില്ല. അപ്പോൾ അതേ വൈകിട്ടൊരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അതേ കാശിക്കൂട്ടനും അവിടെ കുളിച്ചായിരുന്നു, ഞാനും കുളിച്ചു. ഈ ഒരു സമയം ഒരു 6:30 സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ കുറേ ഈയൽ വരും. ഇപ്പോൾ കുറേ ദിവസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൻ അതുമായിട്ട് കിടന്ന് ഓടി കളിക്കുവാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഫുൾ അങ്ങ് ഓഫ് ചെയ്തിടും. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ ലൈറ്റ് ഫുൾ അങ്ങ് ഓഫ് ആക്കിയായിരുന്നു.
പിന്നെ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണമായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് വിചാരിക്കുന്നു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമെന്ന്. അങ്ങനെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ട് പുതിയത് ഇടാനായിട്ട് ഞാൻ എല്ലാം ഒന്നും അതിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് മടക്കി തന്നെ വെക്കുന്നുണ്ട്. കഴുകാനായിട്ട് ഇടാനുള്ളതാണ്. അപ്പോൾ നാളെ സമയം കിട്ടുവാണെങ്കിൽ കഴുകണം. അപ്പോൾ അതൊന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചുരുട്ടി കൂട്ടി കൊണ്ടിടണ്ടല്ലോ, ഇങ്ങനെ മടക്കി ആകുമ്പോൾ അതിനൊരു ഒതുക്കമുണ്ടല്ലോ, അങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റും ഒക്കെ മടക്കി കഴിഞ്ഞിട്ട് പിന്നെ അലമാരയിൽ ഷീറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പുതിയതായിട്ട് വാങ്ങിച്ചൊരു ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ പറ്റി ഒന്നും അല്ല കേട്ടോ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇത് വേറെ കുറച്ച് ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതൊക്കെ അത്ഭുതം പോലെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതിപ്പോൾ എത്ര ചാനലുണ്ട് ഇങ്ങനത്തെ ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്, ഡെയിലിയുള്ള വീട്ടുകാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എത്ര ചെറുതും വലുതുമായിട്ട് ചാനലുകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും വിവരമില്ലാത്ത കുറച്ച് പേരെ പറ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങളെപ്പറ്റിയൊന്നും അല്ല. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പഴയതുപോലെ നിങ്ങൾ കമൻറ്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെ കമൻസൊക്കെ കാണാതിരിക്കുമ്പോൾ വിഷമം ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും കമൻറ്റ് ഇടണം. നിങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി, പിന്നെ ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടായിരുന്നു. കുറച്ചുകൂടെ ഫ്രഷ് എയറൊക്കെ ഒന്ന് അകത്തോട്ട് റൂമിലോട്ട് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ദൂരെയായിട്ട് വീടുകളിലൊക്കെ ക്രിസ്മസിൻ്റെ ലൈറ്റും സ്റ്റാറും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നേരിട്ട് നന്നായിട്ട് കാണാം. വീഡിയോയിലാകുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. എന്നാലും ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ വൈകിട്ടും ഈ മുരിങ്ങയിലൊക്കെ ഒന്ന് പറിച്ചു വെക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് എടുത്തതായതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ തണ്ടുകളെല്ലാം കൂടെ ആയി മിക്സായി പോവും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ റെഡിയാക്കി ഒരു കവറിൽ ഇങ്ങനെ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഫ്രഷായിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ നാളെ തോരൻ വെക്കാനായിട്ടാണ്. അപ്പോൾ കുറേ നാളായി മുരിങ്ങയില തോരനൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം ഞാൻ അതിൻ്റെ വലിയ തണ്ടൊക്കെ അങ്ങ് പെട്ടെന്ന് മാറ്റി, പിന്നെ ചെറിയ തണ്ടൊക്കെ പിന്നീടാണ് മാറ്റുന്നത്. ഇത് കുറച്ച് പണിയാണ് കേട്ടോ ഈ മുരിങ്ങയില റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലേക്ക് റെഡിയാക്കി എടുക്കാനായിട്ടൊരു 7:30 ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ചധികം ജോലികൾ ഈ ഒരു സമയത്തുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് മാറ്റണം, പിന്നെ ഈ മുരിങ്ങയിലേക്ക് ഒന്ന് റെഡിയാക്കി വെക്കണം. അല്ലെങ്കിൽ ഈ ഒരു 7 മണിയൊക്കെ കഴിയുന്ന സമയത്ത് കാശിക്കൂട്ടനെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് സമയം ഇരിക്കാറുണ്ട്. ഒരു അരമണിക്കൂറോളം ഒക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ കാശിക്കൂട്ടനെ എഴുത്തിനിരുത്തിയപ്പം തഴുത്തല അമ്പലത്തിൽ നിന്ന് 2-3 സ്കൂളുകാരിങ്ങനെ ഇതേപോലുള്ള ബുക്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുക്സൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കും. പിന്നെ അംഗൻവാടിയിലേക്ക് വാങ്ങിച്ച് 2 ബുക്ക് ഉണ്ടായിരുന്നു. അത് അധികം 2ാം ട്രിപ്പ് എടുത്തതായതുകൊണ്ട് അധികം ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ എഴുതി പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് പഠിപ്പിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.